ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ ഫങ്ഷൻസ് മെയിനായിട്ട് വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനെ മെയിനായിട്ട് 3 ഫേസായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാനിങ് ഫേസ്, ആക്ഷൻ ഫേസ്, അതേപോലെ കൺട്രോൾ ഫേസ്. അപ്പോൾ പ്ലാനിങ് ഫേസിലാണ് മെയിനായിട്ട് വരുന്ന പ്ലാനിങ് കാര്യങ്ങൾ വരുന്നത്. ആക്ഷൻ, അതിനകത്ത് ആക്ഷൻ പേര് പോലെ തന്നെ. ലാസ്റ്റ് കൺട്രോൾ. അപ്പോൾ അതിനകത്ത് പ്ലാനിങ് ഫേസിൽ വരുന്ന 3 കാര്യങ്ങളാണ് പ്ലാനിങ്, റൂട്ടിങ്, ഷെഡ്യൂളിങ്. ഇനി അടുത്ത നെക്സ്റ്റ് ആക്ഷൻ പ്ലാനിങ്ങിൽ വരുന്നതാണ് ലോഡിങ്, ഡിസ്പാച്ചിങ്. കൺട്രോൾ ഫേസിൽ എക്സ്പെഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ് എന്ന് പറയും. അപ്പോൾ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്ലാനിങ്. പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് അതിൻ്റെ ഒരു 4 സ്റ്റേജായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ബിസിനസ് പ്ലാൻ, ദെൻ അഗ്രിഗേറ്റ് പ്ലാൻ, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, അതുപോലെ മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ്. അപ്പോൾ ഫസ്റ്റ് ബിസിനസ് പ്ലാൻ. ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ പ്ലാനാണ്, ഫ്യൂച്ചറിൽ എന്താണ് വേണ്ടത്. അപ്പോൾ അത് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബിസിനസ് ഗോൾ, അതേപോലെ പോളിസീസ്, ഡിമാൻഡ് ഫോർകാസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓവറോൾ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദെൻ അഗ്രിഗേറ്റ് പ്ലാൻ. അഗ്രിഗേറ്റ് പ്ലാനിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച്, അതായത് ഒരു 3 തൊട്ട് 18 മന്ത്, 3 to 18 മന്ത്സ് വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എന്തൊക്കെ എത്ര ഐറ്റംസ് വേണം, അതേപോലെ ഏത് ടൈമിലാണ്, ഏത് ഡേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ തന്നെ വരുന്നതാണ് നെക്സ്റ്റ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഇപ്പോൾ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആണെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോൾ അഗ്രിഗേറ്റ് പ്ലാൻ വഴിച്ചിട്ടാണെങ്കിൽ പറയുന്നു, ഇപ്പോൾ ഒരു മാസം ഒരു 40 മോട്ടർ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഇനി ആ 40 മോട്ടറിൽ എത്ര എണ്ണം AC മോട്ടർ, എത്ര എണ്ണം 5 HP മോട്ടർ, എത്ര എണ്ണം എത്ര DC മോട്ടേഴ്സ്, എത്ര AC മോട്ടർ, ഇങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ. AC മോട്ടറിൽ തന്നെ 5 HP-ൻ്റെ എത്ര എണ്ണം ഉപയോഗിക്കുന്നു, 25 HP-ൻ്റെ എത്ര എണ്ണം ഉപയോഗിക്കുന്നു, DC മോട്ടറിൽ 20 HP-ൻ്റെ എത്ര ഉപയോഗിക്കുന്നു, 10 HP-ൻ്റെ എത്ര ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതുപോലെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിനാണെങ്കിൽ ഇപ്പോൾ ജനുവരി ഓരോ മന്ത് തന്നിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് കോളത്തിലാണെങ്കിൽ ജനുവരിയിൽ നമ്പർ ഓഫ് മോട്ടേഴ്സ് അഗ്രിഗേറ്റ് പ്ലാൻ വെച്ചിട്ടാണെങ്കിൽ അവർ പറയുന്നത് 40 എണ്ണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് വരും. ഈ 40ൻ്റെ സ്പ്ലിറ്റപ്പ് ഉണ്ടാവും. 15 എണ്ണം എന്താണ്, AC മോട്ടറിൽ 5 HP ആണ്. 20 കോമ്പൗണ്ട്സ് ഏതായാലും 25 HP മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് എന്താണ് 5 എണ്ണം 10 HP മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ വരുന്നത്. ലാസ്റ്റ് വരുന്നതാണ് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ എന്താണ് മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്, ക്വാണ്ടിറ്റി, അതേപോലെ ടൈമിംഗ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള 4 സ്റ്റേജാണ്: ബിസിനസ് പ്ലാൻ, അഗ്രിഗേറ്റ് പ്ലാൻ, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, അതുപോലെ മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ്. ഇതാണ് പ്ലാനിങ് ഫേസിൽ വരുന്നത്. നെക്സ്റ്റ് റൂട്ടിങ് എന്ന് പറയുമ്പം പേര് പോലെ തന്നെ റൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതിനെയാണ് വേറൊരു പേരാണ് പ്രോസസ് പ്ലാനിങ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സെലക്ഷൻ ഓഫ് പാത്ത് ഓർ റൂട്ട്സ് ഓഫ് വിച്ച് ഈച്ച് പ്രോഡക്റ്റ് ഈസ് ടു ട്രാവൽ ഇൻ ബീങ് ട്രാൻസ്ഫോംഡ് ഫ്രം റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഒരു റോ മെറ്റീരിയലിൽ നിന്ന് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത് ഏത് വഴിയിലൂടെ, ഏത് പാത്ത് അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെയാണ് എന്നുള്ളതിൻ്റെ ഡിഫൈൻ ചെയ്യുന്നതാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ. ഡിറ്റർമിനിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ടു ബി മാനുഫാക്ചേർഡ്, അതുപോലെ ഡിറ്റർമിൻ ദ മെൻ, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ്, ഡിറ്റർമിനിങ് ദ ടൈപ്സ്, നമ്പർ ആൻഡ് സീക്വൻസ് ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, ആൻഡ് ഡിറ്റർമിനിങ് ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റൂട്ടിംഗ്? First one, it determines the sequence of manufacturing operations, ensures the strict adherence to the sequence so determined, strives for the best possible and cheapest sequence of operations,
influences the design and layout of the factory building with a view to get quick and better production results. Also influences the installation of plants and factory for better results. ഇപ്പോൾ പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഈ മാനുഫാക്ചറിങ് ഓപ്പറേഷന് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടാവും, ഒരു ഓർഡർ ഉണ്ടാവും. അപ്പോൾ അതേതാണ് ആ ഓർഡർ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ഇനി ആ ഓർഡർ, പറഞ്ഞ ഓർഡർ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുവഴി എന്താണ് ബെസ്റ്റ് പോസിബിൾ, അതേപോലെ ചീപ്പസ്റ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, ഈ കൂട്ടത്തിൽ ഏതാണ് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതുവഴി എന്താണ് ഇതൊക്കെ ഡിസൈൻ, അതേപോലെ ലേ ഔട്ട് ഓഫ് ദ ഫാക്ടറി ബിൽഡിംഗ്. അപ്പോൾ ഇതേപോലെ ഈ ഫാക്ടറി ഇങ്ങനെയുള്ള സീക്വൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസൊക്കെ പോസിബിൾ ആവാൻ വേണ്ടിയുള്ള ലേ ഔട്ട്, കറക്റ്റ് ലേ ഔട്ട്, ഫാക്ടറി ലേ ഔട്ട്, അതുപോലുള്ള ഡിസൈനൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഇൻസ്റ്റലേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫാക്ടറി ഫോർ ദ ബെറ്റർ റിസൾട്ട്സ്. അപ്പോൾ പ്ലാന്റ് അതേപോലെ ഫാക്ടറിൻ്റെ ഇൻസ്റ്റലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് റൂട്ടിംഗ്. ഈ റൂട്ടിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞേക്കുന്നത്, ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ, എക്കണോമിക് അഡ്വാൻറ്റേജ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ അതുപോലെ പൈസയുടെ ലാഭം, അതാണ് എക്കണോമിക് അഡ്വാൻറ്റേജസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻസ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ, മാക്സിമൈസേഷൻ ഓഫ് പ്രൊഡക്ടിവിറ്റി, ഇൻട്രപ്ഷൻ ഫ്രീ പ്രൊഡക്ഷൻ. ഇതാണ് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് ആണ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്ലാനിങ് ദ ടൈം, അതായത് മെയിനായിട്ട് എപ്പോൾ നടക്കുന്നു ടൈമാണ് ഷെഡ്യൂളിംഗ്. ഇറ്റ് ഈസ് ദ പ്ലാനിങ് ദ ടൈം എലമെൻറ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് വെൻ വർക്ക് ഈസ് ടു ബി ഡൺ, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക, അതാണ് ഷെഡ്യൂളിങ്ങിൽ വരുന്നത്. പിന്നെ അത് മെയിനായിട്ട് വരുന്നത് എന്താണ്, സ്റ്റാർട്ടിങ് ടൈമും അതേപോലെ കംപ്ലീഷൻ ടൈംസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ ഗണ്ട് ചാർട്ട്, അതേപോലെ പ്രോസസ് ഫ്ലോ ചാർട്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നിക്സ്, ഇതങ്ങനെയുള്ള കുറേ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഷെഡ്യൂളിംഗ് നമ്മൾ ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് സ്റ്റാർട്ടിങ് ആൻഡ് കംപ്ലീഷൻ ടൈംസ് ഫോർ വേരിയസ് ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ്. ഇൻ അതർ വേർഡ്സ്, ഷെഡ്യൂളിംഗ് ഫംഗ്ഷൻ determines when an operation is to be performed or when work is to be completed. The main techniques used are flow process chart, Gantt chart, network techniques, etc. നെക്സ്റ്റ് ലോഡിങ്. ലോഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർക്ക് ലോഡ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഓരോരുത്തർക്ക്, ഓരോ വർക്കേഴ്സിന് ഇന്ന ലോഡ് എന്ന് പറയുമ്പം അവരുടെ വർക്ക് ഇന്നതാണ് നിങ്ങളുടെ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അസൈൻമെൻറ്റ് ഓഫ് എ വർക്ക്. അതിനാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോഡ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് അസൈൻ ടു എ വർക്ക് സെൻറ്റർ ഓർ ഓപ്പറേറ്റർ. വർക്ക് സെൻറ്ററിനോ അല്ലെങ്കിൽ ഈ ഓപ്പറേറ്ററിനോ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് വർക്ക്, അതാണ് ലോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോഡ് ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് വർക്ക്. ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ദ സീക്വൻസ് ഇൻ വിച്ച് ദ വർക്ക് ഈസ് ടു ബി ഡൺ ഓർ വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ. സീക്വൻസോ അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നോ ഉള്ളതിനെ കുറിച്ചല്ല, എത്ര വർക്കുണ്ട് എന്നുള്ളതാണ് ലോഡിങ്ങിൽ വരുന്നത്. ഡിറ്റർമിൻസ് ഹൂ വിൽ ഡു ദ വർക്ക് ആസ് റൂട്ടിംഗ് ഡിറ്റർമിൻസ് വേർ ദ ഷെഡ്യൂൾ ഡിറ്റർമിൻസ് ലോഡിംഗ് എന്ന് പറഞ്ഞത്, ലോഡിങ്ങും അതേപോലെ ഷെഡ്യൂളിങ്ങും തമ്മിലുള്ള, അതേപോലെ റൂട്ടിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞേക്കാണ്. ലോഡിംഗ് ഡിറ്റർമിൻസ് ഹൂ വിൽ ഡു ദ വർക്ക് ആസ് റൂട്ടിംഗ് ഡിറ്റർമിൻസ് വേർ ആൻഡ് ഷെഡ്യൂളിംഗ് ഡിറ്റർമിൻസ് വെൻ ഇറ്റ് ഷാൽ ബി ഡൺ. ഡിസ്പാച്ചിങ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോഡക്റ്റിന് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിനാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ദാറ്റ് ട്രാൻസ്ലേറ്റ് ദ പേപ്പർ വർക്ക് ഇൻ ടു ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ദാറ്റ് കോർഡിനേറ്റ്സ് ആൻഡ് ട്രാൻസ്ലേറ്റ്സ് പ്ലാനിങ് ഇൻ ടു ആക്ച്വൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതുവരെ നമ്മൾ പ്ലാനിങ്ങും കൺട്രോളൊക്കെ ചെയ്തു, ഇനി ഇതിനെ ആക്ച്വൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. അതാണ് ഡിസ്പാച്ചിങ്ങിൽ വരുന്നത്. It proceeds in accordance with the details workout and routing and scheduling functions. അപ്പോൾ ഇതുവരെ ചെയ്ത ഡേറ്റ ഉപയോഗിച്ചിട്ട്, വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പാച്ചിങ് ചെയ്യുക. Thus dispatching implies the issuance of work orders. അപ്പം വർക്ക് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നു.
അതാണ് ഡിസ്പാച്ചിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ഓർഡറിൽ വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ കുറച്ച് ഇൻഫോർമേഷൻസ് ആയിരിക്കും ഈ വർക്ക് ഓർഡേഴ്സിൽ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വർക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ നെയിം ഓഫ് ദ പ്രോഡക്റ്റ്, ദെൻ നെയിം ഓഫ് ദ പാർട്ട് ടു ബി പ്രൊഡ്യൂസ്ഡ്, സബ് അസംബ്ലി ഓർ ഫൈനൽ അസംബ്ലി, order number, quantity to be produced, descriptions and number of the operations required and their sequence, tools required for particular operation, and finally machines involved in each operation and starting dates for the operations. ഇതാണ് ഡിസ്പാച്ചിങ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പെഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ്. ഇപ്പം എക്സ്പെഡിറ്റിംഗ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ കൺട്രോൾ. ദിസ് ഫംഗ്ഷൻ ഈസ് designed to keep track of the work effort, aim to ensure that what is intended and planned and is being implemented. Expediting consists of reporting production data and investigating variation from the predetermined time schedules. ഇനി ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട്. ഫസ്റ്റ് വൺ, ചെക്കപ്പ് ടു എൻഷുർ ദാറ്റ് ഓൾ മെറ്റീരിയൽസ്, ടൂൾസ്, component parts are available at all work centers in specific quantities for carrying out manufacturing operations. Next, check up on the status of work in progress and completed work at work stations. Third, preparation of progress records and keeping the control boards up to date. And finally, reporting to manufacturing management on all significant deviations so that the corrective action may be taken. ഇതാണ് ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പോലെ ഉള്ള ഒരു സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇത്രയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ സ്റ്റേജസ് വരുന്നത്.